Hello everyone, welcome back to our channel NCRT Malayalam. NCRT Class 8ലെ സിവിക്സിലെ ചാപ്റ്റർ 2 അണ്ടർസ്റ്റാൻഡിങ് സെക്യുലറിസം എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ഹാവ് ഓൾറെഡി അപ്ലോഡഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ 1. ഇഫ് യു ആർ ന്യൂ ടു ദിസ് ചാനൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഓക്കെ, ഇന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് സെക്യുലറിസം ആണ് പഠിക്കുന്നത്. വാട്ട് ഈസ് മീൻ ബൈ സെക്യുലറിസം? എന്താണ് സെക്യുലറിസം? സെക്യുലറിസം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് മതേതരത്വം എന്ന് പറയും. അത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല എന്താണ് സംഭവം എന്ന്. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രത്യേകത? എല്ലാ ഇൻഡിവിജ്വൽസിനും ഈക്വാലിറ്റി കൊടുക്കുന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ നമ്മൾ സെക്യുലറിസം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലാംഗ്വേജും ഡോമിനേറ്റിംഗ് അല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ കൺട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മതസ്ഥരും ഡോമിനൻ്റ് അല്ല, ഒരു ലാംഗ്വേജിനെയും ഒഫീഷ്യലി ലാംഗ്വേജ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സെക്യുലറിസം. Imagine yourself as a Hindu or Muslim living in a part of United States of America where Christians fundamentalism is very powerful. അല്ലേ? അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലൊക്കെ ക്രിസ്ത്യൻ മെജോറിറ്റിയാണ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെയുള്ള ഹിന്ദു അല്ലെങ്കിൽ മുസ്ലിം ആൾക്കാർ നമ്മളാണെന്ന് വിചാരിച്ചോ, അപ്പോൾ എന്തായിരിക്കും ഉള്ള അവസ്ഥ? സപ്പോസ് ദാറ്റ് despite being a US citizen, no one is willing to rent their house to you. How would this make you feel? Would it not make you feel resentful? അല്ലേ? അതായത് നിങ്ങൾ അവിടുത്തെ സിറ്റിസൺ അല്ല, നിങ്ങൾ ഇന്ത്യൻ സിറ്റിസണാണ്. നിങ്ങൾ എന്തെങ്കിലും ജോലിയുടെ ഒരു ആവശ്യകരമായിട്ട് അവിടേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ US പോയിരിക്കുകയാണ്. US ഈസ് മെയിൻലി ഡോമിനേറ്റിംഗ് ക്രിസ്ത്യനിറ്റി ഉള്ള ഒരു കൺട്രിയാണ് എന്ത് പറയുന്നത്, നമ്മുടെ US എന്ന് പറയുന്നത്. അവിടെ നമ്മളെപ്പോലെ ഏതെങ്കിലും ഹിന്ദുസോ അല്ലെങ്കിൽ മുസ്ലിംസൊക്കെ പോവുകയാണെങ്കിൽ അവർ വീട് റെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നീരസം തോന്നുമോ? നിങ്ങൾക്ക് അതിൽ വിഷമം തോന്നുമോ എന്നാണ് ചോദ്യം. How would this make you feel? Okay, what if you decided complain against this discrimination and were told to you go back to India? Would this not make you feel angry? അപ്പോൾ ഇങ്ങനൊരു ഡിസ്ക്രിമിനേഷന് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളോട് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൊരു ദേഷ്യം വരില്ലേ? Your anger could be in two forms. First, you might react by saying that Christians should get the same treatment in places where Hindus and Muslims are in majority. അല്ലേ? രണ്ട് ഫോംസ് ആണ് പറയുന്നത്. അതായത് ഒന്നെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണം, ക്രിസ്ത്യൻസിന് ഹിന്ദു മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലത്തും എന്ത് കിട്ടണം, ഈക്വാലിറ്റി അല്ലെങ്കിൽ സെയിം ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നും. അതൊരു ദിസ് ഇസ് എ ഫോം ഓഫ് റീറ്റലേഷൻ, അതൊരു പ്രതികാരത്തിൻ്റെ ഒരു ഫോമാണ്. ഓർ യു മൈറ്റ് ടേക്ക് ദി വ്യൂ ദാറ്റ് ദർ ഷുഡ് ബി ജസ്റ്റിസ് ഫോർ ഓൾ. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, ഹിന്ദുസും മുസ്ലിംസിനും തരുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ക്രിസ്ത്യൻസിന് കൊടുക്കണം. അതായത് റൈറ്റ് ടു ഓൾ എന്ന് പറയുന്നത് ജസ്റ്റിസ്, നീതിക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. You might fight stating that no one should be discriminated against on grounds of their religious practices and beliefs. ഒരാളും അവരുടെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുടെയും പേരിൽ ഒരിക്കലും ആരും വിവേചനം ഉണ്ടാവാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് കോൾഡ് ഡിസ്ക്രിമിനേഷൻ, വിവേചനം അല്ലെങ്കിൽ വേർതിരിവ്. The statement rests on the assumption that all forms of domination related to religion should end. എല്ലാ റിലീജിയൻ്റെ എല്ലാ ഫോംസ് ഓഫ് റിലീജിയനും ഒരു ഡോമിനേഷൻ നൽകാൻ പാടില്ല. അങ്ങനത്തെ ഒരു സാധനം എന്ന് പറയുന്നത് അവസാനിപ്പിക്കണം അല്ലേ, ഒരു റിലീജിയസ് ഡോമിനേഷൻസ് അവസാനിപ്പിക്കണം. ദിസ് ഈസ് ദ എസെൻസ് ഓഫ് സെക്യുലറിസം. അതാണ് നമ്മുടെ സെക്യുലറിസത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു റിലീജിയനും ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഈ ചാപ്റ്ററിൽ ഇൻ ദിസ് chapter you will read more about what this means in the Indian context. അല്ലേ, നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയാണ് ഈ സെക്യുലറിസം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിസ്റ്ററി provides us with many examples of discrimination, exclusion and persecution on the grounds of religion. നമ്മൾ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ട് കാലത്തൊക്കെ അൺടച്ചബിലിറ്റി എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ, അതായത് ഒരുപാട് എക്സാമ്പിൾ ഡിസ്ക്രിമിനേഷൻ്റെ പേരിൽ, അതായത് വിവേചനം അല്ലെങ്കിൽ വേർതിരിവിൻ്റെ പേരിൽ, എക്സ്ക്ലൂഷൻ അതായത് നിഷേധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ബഹിഷ്കരണത്തിൻ്റെ പേരിൽ, ആൻഡ്
പെർസിക്യൂഷൻ. വാട്ട് ഈസ് മീൻ ബൈ പെർസിക്യൂഷൻ? നമ്മളെ ദ്രോഹങ്ങൾ, റിലീജിയൻ്റെ പേരിൽ ദ്രോഹങ്ങൾ. ഇപ്പോൾ പെർസിക്യൂഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ അല്ലേ. യു മൈറ്റ് നോ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ഹൗ ജ്യൂസ് വർ persecuted in the Hitler's Germany and how several millions were killed. അല്ലേ, ഹിറ്റ്ലർ പെർസിക്യൂഷൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളുടെ ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ജർമ്മനിയിലെ ജൂതന്മാരെ എല്ലാം എന്ത് ചെയ്തു, അവിടെ ഒരുപാട് പേര് കില്ല് ചെയ്തു. നൗ ഹൗ വർ ദ ജൂയിഷ് സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ട്രീറ്റ്സ് ഇറ്റ്സ് ഓൺ മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻസ് മൈനോറിറ്റീസ് ക്വൈറ്റ് ബാഡ്ലി. അപ്പോൾ അതേപോലെ തന്നെ ഇസ്രായേലിലുള്ള ജൂയിഷ് വംശജരെന്ത് ചെയ്യുന്നു, അവിടുത്തെ മുസ്ലിംസിനെയും ക്രിസ്ത്യൻസ് മൈനോറിറ്റീസിനെയും നല്ല മോശം രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. In Saudi Arabia, non-Muslims are not allowed to build a temple, church, etc. or nor can they gather in a public place for prayers. സൗദിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർക്ക് അവിടെ അമ്പലമോ പള്ളിയോ ക്രിസ്ത്യൻ പള്ളിയോ ഒന്നും ഉണ്ടാക്കാനുള്ള പെർമിഷൻ ഇല്ല. അവർക്ക് അവരുടെ മതത്തിൻ്റെ ആചാരത്തിന് വേണ്ടിയിട്ട് ഒന്ന് കൂടി നിൽക്കാൻ പോലുമുള്ള ഒരു അവകാശമില്ല. എവിടെ? സൗദി അറേബ്യയിൽ. ഓക്കെ, ഇൻ ഓൾ ഓഫ് ദ എബോവ് എക്സാമ്പിൾസ് members of one religious community either persecute or discriminate against the members of other റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ നമുക്ക് മനസ്സിലാകുന്നതാ, ഒരു റിലീജിയസ് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, ബാക്കിയുള്ള റിലീജിയസ് കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ വിവേചനം അതുപോലെ തന്നെ അവർക്ക് ദ്രോഹം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദീസ് ആക്ട്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ടേക്സ് പ്ലേസ് മോർ ഈസിലി വെൻ വൺ റിലീജിയൻ ഇസ് ഗിവൺ ഒഫീഷ്യൽ റെക്കഗ്നിഷൻ ബൈ ദ സ്റ്റേറ്റ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ റിലീജിയൻസ്. ഇപ്പോൾ ഈ പറയുന്ന വിവേചനമൊക്കെ നടക്കാൻ കാരണം എന്താ, നമ്മുടെ സ്റ്റേറ്റ് ഒരു റിലീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒഫീഷ്യൽ റിലീജിയൻ അല്ലെങ്കിൽ മെജോറിറ്റി റിലീജിയനായിട്ട് കണക്കാക്കുന്നതുകൊണ്ട് മാത്രമാണ്. ക്ലിയർലി no one would wish to be discriminated against because of their religion not dominated by another religion. ഒരാളും ഒരു മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിവേചനം അനുഭവിക്കാനോ അല്ലെങ്കിൽ വേറൊരു മതത്തിനേക്കാൾ ഡോമിനേറ്റഡ് ആവാനോ പാടില്ല. ഇൻ ഇന്ത്യ, can the state discriminate against citizens on the grounds of their religion? അല്ലെ, ഇന്ത്യയിലെ സ്റ്റേറ്റിൽ ഇങ്ങനത്തെ റിലീജിയൻ്റെ പേരിലുള്ള വിവേചനം ഉണ്ടാവാൻ പാടുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വാട്ട് ഈസ് സെക്യുലറിസം? എന്താണ് സെക്യുലറിസം? ഇൻ ദ പ്രീവിയസ് ചാപ്റ്റർ യു റീഡ് അബൌട്ട് ഹൗ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ contains fundamental rights that protect us against state power as well as against the tyranny of the majority. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്തെന്ന്, ഇതുപോലത്തെ ദുർഭരണത്തിൽ നിന്നും, അതായത് മെജോറിറ്റിയുടെ ടൈറണി എന്ന് വെച്ചാൽ ദുർഭരണം, മെജോറിറ്റിയുടെ ദുർഭരണത്തിൽ നിന്നും നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് നമ്മളെ സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് ഇൻഡിവിജ്വൽസ് ദ ഫ്രീഡം ടു ലീവ് ബൈ ദെയർ റിലീജിയസ് ബിലീഫ്സ് ആൻഡ് പ്രാക്ടീസസ് ആസ് ദേ interpret these. In keeping with this idea of religious freedom for all, India also adapted a strategy of separating the power of religion and the power of state. The secularism refers to the separation of religion from the state. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാവർക്കും അവനവൻ്റെ മതവിശ്വാസത്തിലും അവനവൻ്റെ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അല്ലേ കൂടിച്ചേരാനുള്ള അവകാശമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അതായത് അപ്പോൾ എന്താ നമ്മൾ വേണ്ടത്, സ്റ്റേറ്റിന് റിലീജിയസ് പവർ കൊടുക്കാതിരിക്കുക. സെപ്പറേറ്റ് ദ പവർ ഓഫ് റിലീജിയൻ ആൻഡ് ദ പവർ ഓഫ് സ്റ്റേറ്റ്. റിലീജിയൻ്റെ പവറും സ്റ്റേറ്റിൻ്റെ പവറും തമ്മിൽ ഡിഫറെൻ്റ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കലർത്താൻ പാടില്ല. അപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്നും റിലീജിയനെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ല സെക്യുലറിസം, ദാറ്റ് ഈസ് മതേതരത്വം. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് റിലീജിയൻ ഫ്രം ദ സ്റ്റേറ്റ്? എന്തുകൊണ്ടാണ് നമ്മുടെ റിലീജിയൻ സ്റ്റേറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്? ഓക്കെ, ആസ് ഡിസ്കസ്ഡ് എബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് സെക്യുലറിസം ഈസ് ഇറ്റ്സ് സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം സ്റ്റേറ്റ് പവർ. സ്റ്റേറ്റിൻ്റെ പവറിൽ നിന്ന് റിലീജിയൻ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ കൺട്രി ടു ഫങ്ഷൻ ഡെമോക്രാറ്റിക്കലി. ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഓഫ് ദ വേൾഡ് വിൽ ഹാവ് മോർ ദാൻ വൺ റിലീജിയസ് ഗ്രൂപ്പ്സ് ലിവിങ് ഇൻ ദം. അത് ലോകത്തിലുള്ള എല്ലാ കൺട്രീസിനും ഒരു റിലീജിയന് എപ്പോഴും അവരുടെ ഒന്നിൽ കൂടുതൽ റിലീജിയസ് കമ്മ്യൂണിറ്റി അവരുടെ കൂട്ടത്തിൽ താമസിക്കാറുണ്ട് അല്ലേ. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എന്താ ഈ ഹിന്ദുസും മാത്രമാണോ? അല്ല, ഹിന്ദുസും മുസ്ലിംസും ജൂതന്മാരും സിഖുകാരും എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട്.
അപ്പോൾ within these religious groups, there will be most likely to be one group that is a majority. If this majority group has access to state power, then it's quite easily use this power and financial resources to discriminate against and persecute persons of other religions. അല്ലേ? അതായത് അപ്പോൾ എല്ലാവിധ റിലീജിയൻസിലും ഗ്രൂപ്പ്സിലും ഉണ്ടാകുമ്പോൾ ഒരു മെജോറിറ്റി ഗ്രൂപ്പ് എന്തായാലും കാണും. അപ്പോൾ ആ മെജോറിറ്റി കാരണം പല മതങ്ങളാണ് വല്ല മെജോറിറ്റി വല്ല ഗ്രൂപ്പ്സുകൾ മതത്തിൻ്റെ പല ഗ്രൂപ്പ്സുകളും നമ്മളെ നാട്ടിൽ ഉണ്ട് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് മെജോറിറ്റി ആവുകയാണെങ്കിൽ അവർ സ്റ്റേറ്റ് പവർ ആവുകയാണെങ്കിൽ സ്റ്റേറ്റ് അവരെ മെജോറിറ്റി പവറിലുള്ള ആൾക്കാരെ കൊണ്ട് ഭരണത്തിന് ഏർപ്പെടുത്തുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പവറും അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സ് അല്ലെ സാമ്പത്തിക നമ്മുടെ റിസോഴ്സുകളൊക്കെ എന്താകും അവരെന്ത് ചെയ്യും അവരിങ്ങനെ മുതലെടുക്കും. അതായത് അവർ അതിൻ്റെ പേരിൽ അവരെ വിവേചനം ചെയ്യും അതുപോലെ തന്നെ ദ്രോഹിക്കാനും തുടങ്ങും. അപ്പോൾ ദിസ് ടൈറനി ഓഫ് മെജോറിറ്റി കുഡ് റിസൾട്ട് ഇൻ ദ ഡിസ്ക്രിമിനേഷൻ കോയിസിഷൻ ആൻഡ് അറ്റ് ടൈംസ് ഈവൻ കില്ലിംഗ് ഓഫ് ദ റിലീജിയസ് മൈനോറിറ്റീസ്. ഈ ഒരു ദ്രോഹം എല്ലാ ആൾക്കാരിലും എന്തൊക്കെ ഉണ്ടാക്കുന്നത് ഒന്ന് ഡിസ്ക്രിമിനേഷൻ ദാറ്റ് ഈസ് വിവേചനം അല്ലെങ്കിൽ സെപ്പറേഷൻ പിന്നെ കൊയേഴ്സിയൻ എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ബലപ്രയോഗം അല്ലേ അവരുടെ ഈ മെജോറിറ്റി മൈനോറിറ്റീസിൻ്റെ മേലിൽ ബലപ്രയോഗം നടത്താൻ ഉള്ള സാധ്യത ഉണ്ട് ദാറ്റ് ഈസ് കൊയേഴ്സിയോൺ. ഓക്കെ ആൻഡ് അറ്റ് ടൈംസ് ഈവൻ കില്ലിംഗ് ഓഫ് ദ റിലീജിയസ് മൈനോറിറ്റീസ്. ചില സമയത്ത് ഈ പാവം പിടിച്ച ചെറിയ മൈനോറിറ്റി ഗ്രൂപ്പ്സിനെ വരെ അവർ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. കാരണം പലയിടത്തും നമ്മൾ അറിയാതെ തന്നെ പലയിടത്തും ഇതുപോലെയുള്ള നമ്മൾ തോന്നും ഇന്ത്യ ഇസ് എ ഡെമോക്രാറ്റിക് കൺട്രി ഇവിടെ ഇങ്ങനെയൊന്നുമില്ല. നോ അങ്ങനെയല്ല. അതായത് നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നത്. ബി അവെയർ ഓഫ് ദാറ്റ് ചിൽഡ്രൻ. ഓക്കെ ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ the majority could quite easily prevent minorities from practicing their religions. മെജോറിറ്റിക്ക് എപ്പോഴും ഇങ്ങനെ മൈനോറിറ്റീസിനെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന പ്രാക്ടീസസിൽ നിന്ന് മാറാൻ ഉള്ള അവകാശമില്ല. അവരെന്ത് ഇമ്പോസ് ചെയ്യും. ഇപ്പോൾ ഈ ഒരു മൈനോറിറ്റി ഗ്രൂപ്പ് എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുകയാണെങ്കിൽ മെജോറിറ്റീസിന് വേണമെങ്കിൽ തടുത്തിട്ട് ആ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ഇത് വരെയുണ്ട്. ഓക്കെ എനി ഫോം ഓഫ് ഡൊമീനിയൻ ബേസ്ഡ് ഓൺ റിലീജിയൻ ഇസ് ഇൻ വയലേഷൻ ഓഫ് ദ റൈറ്റ്സ് അറ്റ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഗ്വാരണ്ടീസ് ടു ഈച്ച് ആൻഡ് എവറി സിറ്റീസ് ഇൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ റിലീജിയൻ. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡൊമിനേഷൻ ഏത് റിലീജിയൻ്റെ ബേസിൽ അത് നമ്മുടെ ഓരോവിധ ഡെമോക്രാറ്റിക് സെക്യൂരിറ്റി ഗ്യാരണ്ടികളിലും അതിന് എഗെയിൻസ്റ്റാണ്. അതുപോലെ തന്നെ റിലീജിയനും എല്ലാ സിറ്റീസിനും എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ദ ടൈറനി ഓഫ് മെജോറിറ്റി ആൻഡ് വയലേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഇൻ വൺ റീസൺ വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഡിസ്ക്രിമിനേഷനും പെർസിക്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂഷനൊക്കെ കാരണം തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിനെയും അതുപോലെ റിലീജിയസ് പവറും സെപ്പറേറ്റ് ആക്കി നടത്താൻ തന്നെ കാരണം ഇറ്റ്സ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സെപ്പറേറ്റ് ദ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ ഇൻ ഡെമോക്രാറ്റിക് സൊസൈറ്റീസ്. ഓക്കെ ഈ വേറെ റീസൺ എന്തുകൊണ്ടാണ് നമ്മുടെ സെപ്പറേറ്റ് ആൻഡ് റിലീജിയനെ സെപ്പറേറ്റ് ചെയ്യുക സ്റ്റേറ്റിൽ നിന്നുള്ള വേറെ കാരണം എന്ന് വെച്ചാൽ ബിക്കോസ് we also need to protect the freedom of individuals to exist from their religion, embrace other religion or have the freedom to interpret religious teachings differently. Okay വേറൊരു കാരണം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അവൻ്റെ റിലീജിയസ് റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതായത് ഏതൊരു മതത്തിൽ നിന്ന് അവനക്ക് പുറത്ത് പോകാനും അതുപോലെ തന്നെ ഏതൊരു മതം കൈക്കൊള്ളാനും അല്ലെങ്കിൽ എംബ്രേസ് ചെയ്യാനും ആ മതത്തിൻ്റെ ടീച്ചിങ്സ് അല്ലെങ്കിൽ അവരുടെ ഓരോരോ പഠനത്തെയും നല്ല രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വ്യാഖ്യാനം ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ റിലീജിയനെയും സെപ്പറേറ്റ് ചെയ്യാനുള്ള വേറൊരു കാരണം. ഓക്കെ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് പോയിന്റ് ബെറ്റർ ലെറ്റ് us take the practices of untouchability. You might feel that you dislike this practice within Hinduism and therefore you want to try and reform it. അപ്പോൾ ഈ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് നമ്മുടെ അൺടച്ചബിലിറ്റി പ്രാക്ടീസ് ദാറ്റ് ഈസ് ഈ തൊട്ട് തീണ്ടായ്മ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് പണ്ടുണ്ടായിരുന്നു അല്ലേ. ഈ താഴ്ന്ന ജാതിക്കാരെ ഒരിക്കലും ഇങ്ങനെ തൊടാനോ അല്ലെങ്കിൽ അതിനൊന്നുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവരെപ്പോഴും ഇങ്ങനത്തെ ജന്മികളായിട്ടുള്ള അതായത് മെജോറിറ്റി ഗ്രൂപ്പിൻ്റെ അടിമകളായിട്ട് ജോലി ചെയ്യണം. അവർക്കധികം വേജസ് അല്ലെങ്കിൽ വേതനം ഒന്നും കൊടുക്കില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം നമുക്ക് ചുറ്റും പണ്ട് കാലത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് പല ഫിലിംസിനകത്തുനിന്നും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു അൺടച്ചബിലിറ്റി മനസ്സിലായതെന്ന് വെച്ചാൽ അതായത് ഹിന്ദുയിസത്തിലായിരുന്നു അത് കൂടുതൽ. അപ്പോൾ എന്ത് ചെയ്തു അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് റിഫോംഡായി. അതായത് അതിന് നവോത്ഥാനം സംഭവിച്ചു, അത് മാറ്റം വന്നു.
However, if state power were in the hands of those Hindus who support untouchability, then do you think what you have an easy task to try and change this? അതായത് ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ പവർ ഇപ്പോൾ അൺടച്ചബിലിറ്റി ഉണ്ടായി, ഹിന്ദുസ് ആണ് അതിൽ മെയിൻ എന്ന് വിചാരിച്ചോ, പണ്ട് കാലത്തെ സംഭവമാണ്. ഓക്കെ, ഹിന്ദുസ് ആണ് അതിൽ മെയിൻ എന്ന് വിചാരിച്ചോ. അപ്പോൾ അതേ സമയത്ത് സ്റ്റേറ്റിൻ്റെയും മെയിൻ ഹിന്ദുസ് ആണെങ്കിൽ ഈ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നീക്കം ചെയ്യാൻ ആ സ്റ്റേറ്റിൻ്റെ പവറായിട്ടുള്ള ഹിന്ദുസ് തീരുമാനിക്കുക ഒരിക്കലുമില്ല. അവർ ഇപ്പോഴും അവരുടേതായിട്ടുള്ള മെജോറിറ്റി ഗ്രൂപ്പ്സിനെ സപ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. Even if you were the part of dominant religious group, you might face a lot of resistance from the fellow members of your community. ഇനിയും നിങ്ങൾ ഒരു വലിയ ഡോമിനൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലൊരു അംഗമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വേറെയുള്ള മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും റെസിസ്റ്റൻസ് തടസ്സം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. These members who have control of state power might say that there is only one interpretation of Hinduism and you do not have the freedom to interpret this differently. ഇനിയിപ്പോൾ ഈ മെമ്പേഴ്സിന് പോലും അവൻ്റെ സ്റ്റേറ്റിൻ്റെ പവറിൽ കൺട്രോൾ ആയാൽ തന്നെ അവർക്ക് ഹിന്ദുയിസത്തിനെ കുറിച്ച് ഒരു ഇൻ്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ വ്യാഖ്യാനം ഉണ്ടാകും. അതിനെന്ന് പറയുമ്പോൾ വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവില്ല. ഏത് സെയിം മെജോറിറ്റിയിലുള്ള ആൾക്കാരിലാണെങ്കിൽ പോലും ഇല്ല അവകാശം ഉണ്ടാവില്ല. പിന്നെയല്ല വേറെ ഒരു മതത്തിലുള്ള ആൾക്കാർക്ക് ഇല്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. അതാണ് രണ്ടാമത്തെ റീസൺ എന്തുകൊണ്ടാണ് സ്റ്റേറ്റിനെയും അതുപോലെ തന്നെ റിലീജിയനെയും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത ഒരു സെക്ഷൻ, ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3 പാർട്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ആദ്യം ഇരുന്ന് കാണുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും എല്ലാവർക്കും